ലോകം ഭീകരനെന്ന് പ്രഖ്യാപിച്ച ഒരാൾ പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്ത് അയാൾ ഇല്ല എന്ന് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അയാൾ കൊല്ലപ്പെട്ടുവെന്ന് പാക് മാധ്യമങ്ങൾ പലവട്ടം കഥകൾ മെനഞ്ഞു. ഇപ്പോഴിതാ അയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, പൂർവാധികം ശക്തമായി ഇന്ത്യക്കെതിരെ ആയുധമെടുത്ത് പോരാടും എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഭീകരന്മാരുടെ ഒരു ഓൺലൈൻ മീറ്റിങ്ങിനിടയിലാണ് പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്ത് ഇല്ല എന്ന് പറഞ്ഞ കൊടും ഭീകരൻ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസർ പ്രത്യക്ഷപ്പെട്ടത്. മസൂദ് അസർ പറയുന്നത് ആധുനിക രീതിയിലുള്ള ആയുധങ്ങൾ ഉടൻ കാശ്മീരിലെത്തിക്കും, ഇന്ത്യയെ തകർത്ത് കളയും, മോദിയെ കൊല്ലുമെന്നൊക്കെ അങ്ങനെ അനവധി ഭീകരന്മാരുടെ സ്ഥിരം ഡയലോഗുകളൊക്കെ അനവധി ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു വീഡിയോ വൈറലായി മാറി. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്. ഇന്ത്യ പറയുന്നത് റിപ്പോർട്ട് കൃത്യമാണ് എങ്കിൽ പാകിസ്ഥാൻ്റെ ഇരട്ടത്താപ്പ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് പാകിസ്ഥാൻ ഇല്ല എന്ന് പറയുന്ന ഒരു ഭീകരൻ പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് കൃത്യമാണ് എങ്കിൽ ഇന്ത്യ പറയുന്നത് ശരിയാണ് എന്ന് അംഗീകരിക്കേണ്ടി വരുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജസ്വാൾ പറഞ്ഞു. ലോകം മുഴുവൻ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് മസൂദ് അസർ. ഏതായാലും ഈ മസൂദ് അസർ പാകിസ്ഥാനിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവായത്. ഇവരെ ബ്ലാക്ക് ലിസ്റ്റിൽ കയറ്റാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് ഇന്ത്യയാണ്. ഇതോടുകൂടി ഈ ബ്ലാക്ക് ലിസ്റ്റിൽ വീണ്ടും പാകിസ്ഥാൻ കയറും എന്ന് മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ ഒരു അജ്ഞാതൻ ഈ അസറിനെ കൊന്നാലും പാകിസ്ഥാനൊന്നും മിണ്ടാൻ കഴിയില്ല. കാരണം അവർ തന്നെ അവരുടെ രാജ്യത്ത് ഇല്ല എന്ന് പറഞ്ഞ ആളാണ്. പാക് മാധ്യമങ്ങളിൽ കൊല്ലപ്പെട്ടു, മരിച്ചുപോയി, അസുഖം മൂലം ആശുപത്രിയിലായിരുന്നു എന്നൊക്കെ വാർത്ത ചമച്ചിരുന്നതാണ്. ഏതായാലും ഒരിക്കൽ ഇല്ല എന്ന് പറഞ്ഞയാൾ അല്ലെങ്കിൽ ഒരിക്കൽ മരിച്ചുപോയാൾ വീണ്ടും ഒരിക്കൽ കൂടി മരിച്ചാലും പാകിസ്ഥാൻ ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ വെട്ടിലായിരിക്കുന്നത്. ഒന്ന്, ഈ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് വീണ്ടും കടക്കാനുള്ള സാധ്യത കൂടി. രണ്ട്, ഈ ഭീകരനെ വീണ്ടും സുരക്ഷിതമായി പൊതിഞ്ഞുകെട്ടി കൊണ്ടു നടക്കേണ്ട അവസ്ഥയിലും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.